KS അനിൽകുമാറിനെ മാറ്റിയെന്നാണ് ആ വാർത്ത. കേരള സർവകലാശാല രജിസ്ട്രാറെ മാറ്റി. ഉന്നത വിദ്യാഭ്യാസം കോളേജിലേക്കാണ് സ്ഥലം മാറ്റിയത്. തിരുവിതാംകൂർ DB കോളേജിലേക്ക് തിരികെ നിയമിച്ചു. അനിൽകുമാറിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് മാറ്റം എന്നാണ് സർക്കാർ പറയുന്നത്. ന്യായീകരണം KS അനിൽകുമാറിന്റെ ആവശ്യപ്രകാരമാണ് മാറ്റിയതെന്നാണ്. പക്ഷേ ഇത്രയും കാലം, അതായത് ഈ ഗവർണർ സർവകലാശാല സെനറ്റ് ഹാളിൽ അവിടെ ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ പരിപാടി അവതരിപ്പിക്കാൻ പറ്റുകയും ഈ പരിപാടി നടത്താൻ പാടില്ല എന്നുള്ള നിലപാടെടുക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നു. സസ്പെൻഡ് ചെയ്ത ശേഷം സിൻഡിക്കേറ്റ് അടുത്ത യോഗം ചേർന്ന് അദ്ദേഹത്തെ തിരിച്ചെടുക്കുകയും ചെയ്തു. തിരിച്ചെടുത്ത ഘട്ടത്തിൽ വീണ്ടും കോടതി നടപടികളിലേക്കും നിരന്തരമായ ഒരു സംഘർഷ സാഹചര്യങ്ങളിലേക്കും സർവകലാശാല പോവുകയും ചെയ്തു. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം ഒരു ഭാഗത്ത് തുടരുകയും ചെയ്യുകയാണ്. ഇത്തരത്തിൽ കോടതി ഇരിക്കുന്ന വിഷയമായിട്ട് പോലും ഇതിൽ സർവകലാശാല തീരുമാനമെടുത്ത് പോകുന്നു എന്ന് സർക്കാരിന്റെ അതിൽ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഉമേഷ്, ആ വാർത്ത ഒരുപാട് നാൾ മുമ്പൊന്നുമല്ലോ. അനിൽകുമാറിനെ പുറത്താക്കുന്നു, അനിൽകുമാർ തിരികെ വരുന്നു, തിരികെ സിനിമാ സ്റ്റൈലിൽ അങ്ങോട്ടേക്ക് വരുന്നു, അനിൽകുമാറിന് വാഹനം കൊടുക്കരുതെന്ന് പറയുന്നു, അനിൽകുമാറിന് വാഹനം കൊടുക്കുന്നു, അനിൽകുമാർ അകത്ത് കയറ്റരുതെന്ന് പറയുന്നു, അനിൽകുമാറിന് അകത്ത് കയറ്റുന്നു. അങ്ങനെ അനിൽകുമാർ മൊത്തത്തിൽ മാസം കാണിച്ചൊക്കെ അവിടെ വന്ന് എത്ര വാർത്ത നമ്മൾ കണ്ടതാണ്. അപ്പോൾ അന്നൊക്കെ അടിച്ചു നിൽക്കുമായിരുന്നു, വലിയ മാസ് ഡയലോഗുകളൊക്കെ പറയുമായിരുന്നു. എന്നിട്ട് ഓൾ ഓഫ് എ സഡൻ അനിൽകുമാറിനെ മാറ്റി, അനിൽകുമാറിന്റെ ആവശ്യപ്രകാരം മാറ്റി എന്ന് പറഞ്ഞാൽ ദഹിക്കാൻ പ്രയാസമാണ്. ഉമേഷ്, തീർച്ചയായും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഒരിക്കലും സിസ തോമസിനെ ഒഴിച്ച് മറ്റാരെ വേണമെങ്കിലും നിയമിക്കാമെന്നുള്ള നിലപാടെടുത്ത മുഖ്യമന്ത്രി ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായി സർക്കാരിന്റെ വാക്കുകേട്ട് സർക്കാരിന് വേണ്ടി ഇത്രയും കാലം സസ്പെൻഷനിൽ തുടരുന്ന, അല്ലെങ്കിൽ സർക്കാർ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി മാത്രം ഗവർണറുമായി ഉടക്കി, മോഹനൻ കുന്നുമേലുമായി ഉടക്കി സസ്പെൻഷനിൽ തുടരുന്ന ഈ KS അനിൽകുമാറിനെ കൂടി ബലി കഴിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ വൃത്തങ്ങൾ തന്നെയാണ്. എന്തായാലും ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്. KS അനിൽകുമാറിനെ ആ സ്ഥാനത്ത് തുടരുന്നതിനോട്, അല്ലെങ്കിൽ തുടർന്ന് മുന്നോട്ട് പോകുന്നതിനോട് ഗവർണർക്കോ RSS നേതൃത്വത്തിനോ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ഈ ഗവർണറെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് അതൊരു RSS പരിപാടിയായിരുന്നു, RSS അനുകൂല സംഘടനയുടെ പരിപാടിയായിരുന്നു സർവകലാശാല സെനറ്റ് ഹാളിൽ അന്ന് നടന്നത്. ആ പരിപാടി നടത്തേണ്ടതില്ല, അതിന് അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്ന നിലപാട് KS അനിൽകുമാർ എടുത്തതിനോട് കടുത്ത എതിർപ്പ് RSS നേതൃത്വത്തിനും ഗവർണർക്കും എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പരിണിത ഫലമായിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നത്.